ചൈനീസ് മോഡൽ ഡെവലപ്മെന്റ് സത്യത്തിൽ ഒരു തികഞ്ഞ പരാജയമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. ചൈനയെ കണ്ടിട്ട് ചൈനയിലെ വമ്പൻ റോഡുകളും പാലങ്ങളും അല്ലെങ്കിൽ ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് നോക്കിയിരിക്കുന്നത് നന്നായിരിക്കില്ല എന്നാണ് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിന് അതാണ് നല്ലത്. കഴിഞ്ഞ ദിവസം എല്ലാവരും ഒരു വീഡിയോ കണ്ടു കാണും. അതായത് എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന പേര് കേട്ട ചൈനയിലുള്ള ഹോങ്കി പാലം നദിയിലേക്ക് പതിക്കുന്ന അതിഭയാനകമായ ഒരു ദൃശ്യം. ഇതൊരു വലിയ പാലമാണ്. എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പേര് കേട്ട ഈ പാലം മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ചൈന ഇതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു പാലം പൊളിഞ്ഞു വീഴുന്നതെങ്കിൽ അത് നിർമ്മാണത്തിൽ അപാകതയാണ്, ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അഴിമതിയാണ് നടന്നത്, ഇത് സർക്കാരിന്റെ കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കിയാണ്. പക്ഷെ ചൈനയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. അതായത് സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഡെവലപ്മെന്റിനെ മാത്രം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ചൈനയിലുള്ളത്. അത് ലോകത്തെ തന്നെ വിസ്മയിക്കുന്ന നിർമ്മിതിയിലുള്ള ഒരു രാജ്യമാണ് ചൈന. അവർ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത നിർമ്മിച്ച മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ നിർമ്മിച്ചു എന്ന അവർ അവകാശപ്പെടുന്ന ഹോങ്കി പാലം എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് അതിനെ ലോകത്തെല്ലാവരും വിളിച്ചത്. ആ പാലം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നത്. സത്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ഈ ചൈനയുടെ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഈ കോൺക്രീറ്റ് പാലങ്ങൾ, റോഡുകളൊന്നും അല്ല യഥാർത്ഥത്തിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും വികസനമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പാലം പുതിയതായി പണിതിട്ട് തകർന്നു പോയതെങ്കിൽ അത് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കും. ചൈനയെ കണ്ടുപഠിക്കൂ, ചൈന അങ്ങനെയാണ്, ചൈന ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ലോകത്ത് മുഴുവനുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതായത് കോൺക്രീറ്റ് നിർമ്മിതികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് അത്രത്തോളം ഇണങ്ങുന്നതാണോ എന്നതൊരു വലിയ ചോദ്യമാണ്. പണ്ട് കാലത്ത് നിർമ്മിച്ച പല കെട്ടിടങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പല ക്ഷേത്രങ്ങൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾ പോലെയുള്ള മഹാനിർമ്മിതികളുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വേടിവയൊക്കെ അവ 3000 മുതൽ 4000 വർഷം വരെയൊക്കെ പഴക്കമുള്ള ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പലതും നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ കോൺക്രീറ്റ് നിർമ്മിതികൾക്ക് അതുപോലെയൊന്നും നിലനിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ ചൈനീസ് മോഡൽ ഡെവലപ്മെന്റിന്റെ പുറകെ പോകുമ്പോൾ ചൈനയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കണം. ചൈന അമേരിക്കൻ മോഡൽ ഡെവലപ്മെന്റിന്റെ പുറകെ പോയി അമേരിക്കയിലാണ് ഈ ബഹുനില കെട്ടിടങ്ങൾ മാത്രമല്ല കോൺക്രീറ്റ് കൊണ്ട് തീർത്ത അത്ഭുതങ്ങൾ എന്ന് പറയാവുന്ന പല നിർമ്മിതികളും ആദ്യകാലങ്ങളിൽ ഉണ്ടായത്. പിന്നീട് അത് ജപ്പാനിലും റഷ്യയിലും, അതായത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അവരുടെ പല പ്രദേശങ്ങളിലും ചെറിയ തോതിലെങ്കിലും യൂറോപ്പിലുമൊക്കെ ഉണ്ടായി. ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടായി. ഇതുകൊണ്ട് ഇതിനേക്കാൾ മികച്ചത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചൈന കോൺക്രീറ്റ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ അവിടെയൊക്കെ തന്നെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് തന്നെ ഈ കെട്ടിടങ്ങളെല്ലാം കുറെ കാലം കഴിയുമ്പോൾ നമുക്കൊരു ബാധ്യതയായിട്ട് മാറുമെന്ന് മാത്രമല്ല, ഇവ എങ്ങനെ വിശ്വസിക്കും? നമ്മുടെ കേരളത്തിൽ പോലും ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർന്ന് വീണുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. റോഡ് പണി നടക്കുന്നതിന് ഇടയിൽ കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണ് അപകട മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇന്നൊരു മോഡൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചൈനീസ് മോഡൽ അല്ലെങ്കിൽ ചൈനീസ് ലെവൽ, ചൈനീസ് ഡെവലപ്മെന്റ്, ഇല്ലെങ്കിൽ നമ്മളൊക്കെ പിന്നോട്ടാണ് എന്നൊരു ധാരണയാണ് നമുക്ക്. ആരോ നമ്മുടെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരിതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് വൃത്തിയായിട്ട് കൃത്യമായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ ചൈനീസ് മോഡലിന്റെ ഡെവലപ്മെന്റ് ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് എക്കണോമിക്കലി നമ്മൾ ഗ്രോ ചെയ്താൽ മതി. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ബഹുനില കെട്ടിടങ്ങൾ വേണം, ഡെവലപ്മെന്റ് എന്ന് അതുണ്ടെങ്കിലേ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല.
നമ്മുടെ വലിയ എന്താ പറയുക ഫ്ലൈറ്റുകൾ തിരുവനന്തപുരം കോഴിക്കോടും കൊച്ചിക്കാരും തമ്മിലാണ് ഫൈറ്റ്. ഇവർ മത്സരിക്കുന്നത് ഞങ്ങളുടെ നഗരമാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും മത്സരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ നഗരങ്ങളിലുള്ള അല്ലെങ്കിൽ അവരുടെ സിറ്റിയിലൊക്കെയുള്ള ബഹുനില കെട്ടിടങ്ങളാണ്. കണ്ടില്ലേ, ഞങ്ങളുടെ ബൈപ്പാസ് റോഡ് ആ കിലോമീറ്റർ മുതൽ ഇത്ര ദൂരം വരെ, അവിടം മുതൽ ഇവിടം വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് വലിയ രീതിയിൽ അവര് മത്സരങ്ങളൊക്കെ നടത്തുന്നത്. ഗൾഫിനേക്കാൾ മികച്ച കെട്ടിടങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ പല സംസ്ഥാനങ്ങൾ കണ്ടാൽ ഗൾഫിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഭയങ്കര ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട്. തൃശ്ശൂരും കണ്ണൂരും ഒക്കെയുണ്ട്. നമ്മുടെ കൊല്ലത്തുണ്ട്, നമ്മുടെ പല ജില്ലകളിലുമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഡെവലപ്മെന്റിന്റെ ഒരു സൂചിക എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് ആളോഹരി വരുമാനം വർദ്ധിക്കണം, ജീവിത നിലവാരം മാറണം, നല്ല വൃത്തി ഉണ്ടാവണം. ഇല്ലാത്ത പക്ഷം നമ്മളിപ്പോ ഈ ചൈനയിൽ കണ്ടത് ഒരു സൂചനയാണ്. നിസ്സാരമായി കാണരുത് എന്ന് ഇന്ന് നിർമ്മാണ രംഗത്ത് പ്രത്യേകിച്ച് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് കെട്ടിടങ്ങളും ബഹുനില കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന കാര്യത്തിൽ വേൾഡിലെ ടോപ്പ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയിലാണ് മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഒരു പാലം തകർന്നു വീണിരിക്കുന്നത്. ഇതൊട്ടും നിസ്സാരമല്ലെന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പാണ്. നമ്മുടെ പഴയ കാലത്തെ മനുഷ്യർ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ലഭ്യമായിരുന്ന കല്ലുകളും പല പല മിശ്രിതങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ് പല നിർമ്മിതികളും ഒക്കെ നടത്തിയിരുന്നത്. ഇപ്പൊ അതൊക്കെ സാധ്യമാവുന്നു എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അല്ല എന്ന് പറയാൻ കഴിയും. പക്ഷെ എങ്കിൽ പോലും പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ട്, പ്രകൃതി ഇല്ലാതാക്കിക്കൊണ്ട്, അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിനുള്ള തിരിച്ചടി പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈന ഡെവലപ്മെന്റിന് വേണ്ടി അവിടുത്തെ പ്രകൃതിയെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ പ്രകൃതി തിരിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.